ന്യൂസ് പ്ലസിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് പാതിവില തട്ടിപ്പ്. കോടികളാണ് ഈ തട്ടിപ്പിലൂടെ അനന്തു കൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി സമാഹരിച്ചത്. പക്ഷേ വരുന്ന വാർത്തകളിൽ ചിലതൊക്കെ തന്നെ ചില രാഷ്ട്രീയ നേതാക്കൾക്ക് നേരെ വിരൽ ചൂണ്ടുന്നതുമാണ്. സമ്പാദിച്ചതിൽ നല്ലൊരു പങ്കും അനന്തു കൃഷ്ണൻ പല രാഷ്ട്രീയ നേതാക്കൾക്കും കൊടുത്തതായിട്ടാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുള്ള വിവരങ്ങൾ. പോലീസിനോട് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് തുടർ നടപടികൾ സ്വീകരിക്കുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയാൻ ഉള്ളത്. ഈ ലിസ്റ്റിൽ CPM-കാരുണ്ട്, CPI-കാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, കേരള കോൺഗ്രസ്സുകാരുമുണ്ട്. ഇവരെല്ലാം വലിയ വലിയ തുകകൾ തന്നെ കൈപ്പറ്റി എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഡീൻ കുര്യാക്കോസ് എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിന് 30 ലക്ഷം രൂപയാണ് നൽകിയത് എന്ന് ഇദ്ദേഹത്തിൻ്റെ ആക്ഷേപത്തിൽ പറയുന്നതായി ഒരു പ്രധാന വാർത്താ മാധ്യമം അതിൻ്റെ റിപ്പോർട്ടിലൂടെ പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ 15 ലക്ഷം രൂപ പണമായും ബാക്കി അക്കൗണ്ടിലേക്കുമാണ് നൽകിയതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കേരള കോൺഗ്രസ് നേതാവ് ഫ്രാൻസിസ് ജോർജിന് 10 ലക്ഷം രൂപ പണമായി നൽകിയത്രേ. മാത്യു കുഴൽനാടനെയും ഇതിനകത്ത് ബന്ധപ്പെടുത്തി എങ്കിലും മാത്യു കുഴൽനാടന് 1 രൂപ പോലും കൊടുത്തിട്ടില്ല എന്ന് ഈ തട്ടിപ്പ് നടത്തിയ അനന്ത് കൃഷ്ണൻ തന്നെ വ്യക്തമായും പറഞ്ഞിട്ടുണ്ട്. മാത്യു കുഴൽനാടൻ അങ്ങനെ ആ തട്ടിപ്പ് പ്രക്രിയയുടെ പങ്കാളി ആയിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായൊരു വാർത്തയാണ് മാത്യു കുഴൽനാടനെ സംബന്ധിച്ചിടത്തോളം. അനന്തു കൃഷ്ണൻ കോർഡിനേറ്ററായ നാഷണൽ NGOs കോൺഫെഡറേഷൻ 2024 ജൂൺ 18 മൂവാറ്റുപുഴയിൽ നടത്തിയ ഗുണഭോക്തൃ സംഗമം ഉദ്ഘാടനം ചെയ്തത് കുഴൽനാടനാണ് എന്ന ഒരു വാർത്തയും വന്നിട്ടുണ്ട്. അതിൻ്റെ ചിത്രങ്ങൾ തട്ടിപ്പ് കമ്പനിയുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുമുണ്ടെന്നത്രേ. കുഴൽനാടന് പണം നൽകിയിട്ടില്ലെന്ന് തിങ്കളാഴ്ച മൂവാറ്റുപുഴ കോടതിയിൽ ഹാജരായപ്പോൾ തന്നെ അനന്തു കൃഷ്ണൻ വാർത്താമാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഇതിനെ തുടർന്ന് കൂടുതൽ രാഷ്ട്രീയ നേതാക്കളുടെ വിവരങ്ങൾ പുറത്തു വന്നതോടുകൂടിയാകണം ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് നൽകിയിരിക്കുന്ന ഒരു നിർദ്ദേശം രാഷ്ട്രീയ നേതാക്കൾക്ക് പണം കൊടുത്ത കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കേണ്ടതില്ല, അനന്തു കൃഷ്ണൻ നടത്തിയ തട്ടിപ്പിനെക്കുറിച്ച് മാത്രം അന്വേഷിച്ചാൽ മതി എന്നുള്ളതാണ്. KPCC മുൻ ജനറൽ സെക്രട്ടറിയായി അഭിഭാഷകയുമായ ലാലി വിൻസെൻറ്റിന് 46 ലക്ഷം രൂപ അനന്തു കൃഷ്ണൻ നൽകിയിട്ടുള്ളതായി വാർത്ത വന്നിരുന്നു. പക്ഷേ അങ്ങനെ അല്ല, അത് തൻ്റെ അഭിഭാഷക വൃത്തിയുടെ ഭാഗമായി തനിക്ക് നൽകിയിട്ടുള്ളതാണ് എന്നാണ് ലാലി വിൻസെൻറ്റ് പറയുന്നത്. പദ്ധതിയുടെ തുടക്കം മുതൽ BJP നേതാക്കളുമായും പലതരത്തിലുള്ള പങ്കാളിത്തം നടത്തിയിരുന്നതായിട്ട് ചില വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഒരാളുടെ പേര് വിവരവും വന്നിട്ടുമില്ല. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വായിക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടി ഉണ്ട്. അതിൽ പ്രധാനമായിട്ട് ഉള്ളത്, ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്തകളിൽ യാതൊരു അർത്ഥവുമില്ലാത്ത ചില വാർത്തകൾ കൂടി കടന്നു വരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് താൻ പണം വാങ്ങിയത് ഒരു പാവപ്പെട്ട കുടുംബത്തിൻ്റെ ഭവന നിർമ്മാണത്തിന് വേണ്ടിയാണ് എന്നുള്ളതാണ് ഡീൻ കുര്യാക്കോസ് ഇപ്പോൾ പറയുന്ന കാര്യം. പകുതി വില തട്ടിപ്പ് കേസിലെ പ്രതിയുമായി തനിക്ക് യാതൊരു വിധത്തിലുള്ള മറ്റ് സാമ്പത്തിക ഇടപാടുകളുമില്ല. താനോ തൻ്റെ സ്റ്റാഫ് അംഗങ്ങളോ വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടി ഈ പകുതി വില തട്ടിപ്പ് കേസിലെ പ്രതിയായ അനന്തു കൃഷ്ണൻ്റെ കയ്യിൽ നിന്ന് 1 രൂപ പോലും സംഭാവന സ്വീകരിച്ചിട്ടില്ല. ഇത്തരം ആരോപണം ഉയർന്നപ്പോൾ തന്നെ ഇക്കാര്യത്തിൽ താൻ നേരിട്ട് വിശദമായ പരിശോധന നടത്തി എന്നാണ് ഡീൻ കുര്യാക്കോസ് പറയുന്നത്. തൻ്റെ മുന്നിൽ വന്ന നിർധനരായ ഒരു കുടുംബത്തിന് ഭവനം നിർമ്മിച്ച് നൽകണം എന്ന് ഈ തട്ടിപ്പുകാരനായ പ്രതിയോട് താൻ ആവശ്യപ്പെട്ടിരുന്നു. അതിനുള്ള തുകയായ 7 ലക്ഷം രൂപ മുഴുവൻ കൈമാറിയതും ആ പദ്ധതിയുമായി ബന്ധപ്പെട്ടവർക്കാണ്. തൻ്റെ മുന്നിൽ സഹായത്തിനായി എത്തിയ ഒരു കുടുംബത്തിന് വേണ്ടി മാത്രമാണ്
ഈ വിവാദ കേസിലെ പ്രതിയെ ബന്ധപ്പെട്ടതെന്നും ഡീൻ കുര്യാക്കോസ് പറയുന്നു. അന്ന് ഈ പ്രതി ഏതെങ്കിലും ഒരു കേസിൽ പ്രതിയായിട്ടുണ്ടായിരുന്നതുമില്ല. താൻ സംഭാവന വാങ്ങുന്ന സമയത്ത് ഇദ്ദേഹം ഒരു തട്ടിപ്പുകാരനാണെന്നുള്ള വിവരവും പുറത്ത് വന്നിരുന്നില്ല. ആ സാഹചര്യത്തിൽ ഭവന നിർമ്മാണത്തിന് വേണ്ടി മാത്രമാണ് ഇദ്ദേഹത്തിന് ബന്ധപ്പെട്ടത്. സാധാരണക്കാർക്ക് കൈത്താങ്ങാവുന്ന പദ്ധതി എന്ന നിലയിലാണ് NGO കോൺഫെഡറേഷൻ്റെ പരിപാടിയിൽ താൻ പങ്കെടുക്കുകയുണ്ടായത്. മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ ഈ സംഘടനയുടെ വിവിധ പരിപാടികളിലും പങ്കെടുത്തിട്ടുണ്ട്. തന്നെ മാത്രമായിട്ട് ഇതിൽ എന്തിനാണ് കുറ്റപ്പെടുത്തുന്നത് എന്ന് ഡീൻ കുര്യാക്കോസ് ചോദിക്കുന്നു. കോൺഗ്രസ് കമ്മിറ്റികളും പണം സ്വീകരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ചില കാര്യങ്ങൾ ചില സ്ഥലങ്ങളിൽ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ ഇതിൽ നിന്നൊക്കെ തന്നെ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. അതിൽ പ്രധാനമായും ചില രാഷ്ട്രീയ നേതാക്കൾക്ക് പങ്കുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഡീൻ കുര്യാക്കോസ് പണം വാങ്ങിയത് സ്വന്തം ആവശ്യത്തിനല്ല എന്ന് അദ്ദേഹം പറയുന്നത് പോലെ മറ്റ് രാഷ്ട്രീയ നേതാക്കളും എന്തിനു വേണ്ടിയാണ് പണം വാങ്ങിയതെന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. അത് ഈ നാട്ടിലെ പൊതുജനങ്ങൾക്ക് അറിയാൻ താൽപ്പര്യവുമുണ്ട്. രാഷ്ട്രീയ നേതാക്കൾ ഇത്തരം തട്ടിപ്പ് കേസുകളിലെ പ്രതികളുമായി ബന്ധപ്പെടുന്നു എന്നുള്ളത് തന്നെ സാക്ഷര കേരളത്തിൽ തീർച്ചയായും പൊറുക്കാനാവാത്ത അപരാധമാണെന്നു കൂടി പറഞ്ഞു വയ്ക്കേണ്ടതുണ്ട്.